നീ വിശ്വസിക്കുന്നത് എന്നെയാണെങ്കിൽ, നിന്റെ പ്രാർത്ഥന ആത്മാർത്ഥമായാണെങ്കിൽ, വീഴുമെന്ന് നീ വിചാരിച്ചാൽ പോലും അതിന് ഞാൻ അനുവദിക്കില്ല. ഞാൻ ഉണ്ണിയോട് ചോദിച്ചല്ലേ, വന്ന കാലം തൊട്ട് ഉണ്ണിയുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ദണ്ടുണ്ടോന്ന് ചോദിച്ചല്ലേ, അതിന് ബാധകാവെന്ന് ചോദിച്ചതാ അല്ലേ? അപ്പൊ ഉണ്ണി എന്താ പറഞ്ഞു? ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? ആ, ശരീരത്തിനകത്ത് ദണ്ടില്ലെന്ന് പറഞ്ഞു. ഈ കർമ്മം കിട്ടുന്നേരെ അത് ബാധകല്ല എന്ന് പറഞ്ഞു അല്ലേ? എടുത്തു കളയൂ. എന്താ വേണ്ടേ? കളഞ്ഞു എന്നുള്ള ഒരു ഉടമ്പടി പത്രം ഉണ്ടാക്കിക്കൊള്ളണം. മനസ്സിലായില്ല? നീ അയച്ചു, ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. നിന്റെ സമയം നല്ലതാന്ന് പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയോട്. ആദ്യത്തെ 30 നാളത്തെ വെള്ളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന കാലം കുറച്ചായി. അത് എന്റെ കുറ്റമല്ല ഉണ്ണിയെ. ഉണ്ണിയുടെ ശരീരത്തിനകത്ത് വന്ന അന്ന് സമയത്ത് ഞാൻ ചോദിച്ച ശരീരത്തിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് ദണ്ട് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെ ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കർമ്മം കിട്ടാനായിട്ട് ബാധകമാവുമെന്ന് വെച്ചു. ആവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഉപകരണങ്ങളിൽ കൂടി കയറി ഇറങ്ങിപ്പോയിപ്പോ അതുണ്ടെന്ന് കണ്ടു അവര് അല്ലേ? അങ്ങനെയുള്ള ഒരു ഉണ്ണിനെ ആ സ്ഥാനത്തെ കർമ്മത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു. അവരെന്നിട്ടും എന്താ പറഞ്ഞ്, അതെടുത്തു കളഞ്ഞ് നീ വന്നാൽ കർമ്മം തരാന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ പറയുന്നില്ലോ. മടക്കല്ല ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ തന്നെയല്ലേ പ്രവർത്തിച്ചു തന്നെ നിനക്ക്. അത് പ്രവർത്തിച്ചു. ഞാൻ തരാൻ നിനക്ക്. നീ ആവലാതിക്കൊണ്ട് എന്റെ അച്ഛന്റെ ആലയത്തിൽ ശരീരം എടുത്തു വയ്ക്കുന്ന സ്ഥലം എവിടെയാ? മനസ്സിലായില്ല? നീ എന്താ ചോദിച്ചപ്പോ എന്നോട്? നീ എന്താ എന്നോട് പറഞ്ഞ്? നിര്യാണം വന്നെടുത്ത് വയ്ക്കുന്ന കണക്കല്ല ഞാൻ ചോദിച്ചേ. ശരീരം സമർപ്പിക്കുക. ചില ദേവന്റെ അടുത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. സത്താസങ്കല്പത്തിൽ അങ്ങനെയുണ്ട്. അതായത് മരം കൊണ്ട് കൊത്തിയ ഒരു രൂപം എടുത്ത് വെക്കുക, എന്റെ ശരീരമാണെന്നും പറഞ്ഞു. അങ്ങനെ നിന്റെ ദേശത്ത് എവിടെയുള്ളത്? ഉണ്ണി ചോദിച്ച ചോദ്യം മനസ്സിലായി? അങ്ങനെയുണ്ടാ നിന്റെ ദേശത്ത്? സത്താസങ്കല്പമുള്ള ആലയത്തിൽ ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്. മനസ്സിലായില്ല? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്ക് വലത് കൈ ഇടത് കൈ അങ്ങനെ എടുത്ത് വെക്കുന്ന സ്ഥലം ഉണ്ടാ? അതെവിടെയുള്ളൂന്ന് നോക്കാൻ നിന്റെ ദേശത്ത്. മനസ്സിലായ? ഇല്ല ഉള്ളി, എന്റെ അച്ഛന്റെ ആലയത്തിലുണ്ട്. എവിടെയാ? എന്റെ അച്ഛൻ, എനിക്ക് പണ്ണാർ സങ്കല്പമുള്ള എന്റെ അച്ഛന്റെ ആലയത്തിലുണ്ടെന്ന്. മനസ്സിലായില്ലേ? ശരീരം ഓരോ ഭാഗം എടുത്ത് വെക്കുന്നത്. മനസ്സിലായില്ല? നിന്റെ ദേശത്തുണ്ടോന്ന് നോക്ക്. നിന്റെ ദേശത്തുണ്ടല്ലോ ഉണ്ണിയെ, ഉണ്ടോന്ന് നോക്ക്. ശരീരം സമർപ്പിക്കുന്നു. മനസ്സിലായില്ല? ഓരോ ഭാഗങ്ങൾ ഏത് ഭാഗത്തിനാ വൈകല്യം വന്നിരിക്കുന്ന, ഏത് ഭാഗത്തിനാ വേവലാതിച്ചുള്ള ആ ഭാഗം എടുത്തു വെക്കാം. മനസ്സിലായോ? വലത് കൈ വലതേ കാല്, ഇടത് കൈ ഇടതേ കാല്, അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ. കണ്ണിനാണെങ്കിൽ അതുപോലെ തന്നെ ഓരോരോ ഭാഗങ്ങൾക്ക് ഏത് ഭാഗത്തെ കേടുപാടത്തിന് ആ കേടുപാട് തീർക്കാനായിട്ട് സമർപ്പിക്കാം. അങ്ങനെ ഒരു ഇല്ലം നിന്റെ ഇല്ലത്തുണ്ട്. അവിടെ നിന്ന് പോയി സമർപ്പിച്ചിട്ട് വാ, ഞാൻ തീർപ്പുണ്ടാക്കി. ഇതൊക്കെ ഞാൻ തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നീ എൻ്റെ ഇല്ലത്ത് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു തന്നാ. മനസ്സിലായില്ല? എൻ്റെ കുറ്റമല്ല. നിന്റെ നക്ഷത്രം കൊണ്ട് വ്യാഴം പ്രസാദിച്ചു നിൽക്കാം. കർമ്മസ്ഥലത്ത് വെള്ളിണ്ടാക്കണത് മാറികടന്ന് പോണ്ടതായ ആ നിലയിൽ ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചു നിർത്തിയിട്ടുണ്ട് നിന്നെ. കേട്ടോ? അത് നീ നിശ്ചയിച്ചു. ഒരു ഉടമ്പടിയില്ല. ആദ്യത്തെ 30 നാളത്തേക്ക് എനിക്ക് ഉടമ്പടിയുള്ളൂ. അപ്പൊ നിനക്ക് എവിടെയാ വെള്ളി കിട്ടാ കൂടുതൽ? ആ ഇല്ലം മനക്കൊല ഏതാ നല്ലത് എന്ന് നീ നിശ്ചയിച്ചാൽ ഞാൻ വാങ്ങിത്തരാം. അപ്പൊ നീ ഇറങ്ങിക്കോ. അതിന്റെ രൂപരേഖ എഴുതി കൊടുത്തു എന്റെ കർമ്മിക്ക്. അതിന്റെ പകർപ്പ് വേറെ ഉണ്ടാ. അപ്പൊ ഇതിവിടെ സമർപ്പിച്ചു. മനസ്സിലായില്ല? നിനക്ക് വേണ്ടി പണിയെടുത്തിട്ട് കുറച്ച് ദിനങ്ങളായി അല്ലേ? എന്റെ കുറ്റമല്ല കേട്ടാ. എന്നെ പടി പറയരുത്. ആ സ്ഥാപനത്തിന്റെ പേരും പറഞ്ഞൊരു 5 കർമ്മം പ്രവർത്തിച്ചോ.
ഇതാ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ദേശത്ത് നിന്റെ ദേശത്ത് വലത് കരം എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് പറയാം ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാനായിട്ട് അതിന്റെ ഉടമ്പടി ആയിട്ടുണ്ട്. അപ്പോ എന്റെ ശരീരം അവര് പരിശോധനയ്ക്ക് വെക്കുമ്പോ, മനസ്സിലായില്ല, അങ്ങനെ തന്നെ പറഞ്ഞേക്കണം. എന്റെ ശരീരം പരിശോധനയ്ക്ക് വെക്കുമ്പോ എന്റെ കൈക 8 ആധാരം 18 അങ്കുലമായിട്ട് എന്റെ അച്ഛൻ തന്ന ശരീരം ഒരു കേടുപാടില്ലാണ്ട് അവർ ആ ഉപകരണത്തിൽ ഏതൊക്കെ ഉപകരണത്തിൽ എന്റെ ശരീരം കയറി ഇറങ്ങി പൊക്കിക്കൊട്ടെ ഒന്നും കാണാതെ കണ്ട് ഈ പറഞ്ഞ ദേശത്തേക്ക് എന്നെ കർമ്മത്തിനും ധർമ്മസ്ഥാനത്തിനും വില്ലും വേലയ്ക്കും വല്ലിക്കൂലിക്കും പറഞ്ഞയച്ചേക്കണം എന്ന് നീ ഒന്ന് പറഞ്ഞു പോരെ കേട്ടാ. ഒക്കോ ഞാൻ തന്നേക്കാം. പേരെഴുതി വെച്ചേക്കൂ. അവിടെ പേരെഴുതി കാഞ്ഞിട്ടേ പേരെഴുതി കാഞ്ഞ ഒരു പിടി വെള്ളി ചേർത്ത് പൊതിഞ്ഞു കെട്ടി നീലപ്പട്ടിലായിട്ട് പൊതിഞ്ഞു വെച്ചു. അതായത് നീ 6 കടന്ന് പോകാനുള്ള ഒരു പുസ്തകത്താളുണ്ട്. ആ പുസ്തകത്താളത്തിന്റെ അക്കം നിന്റെ നാമോദയം നക്ഷത്രം എന്ന് പറഞ്ഞു ആ നക്ഷത്രം എഴുതി വെക്കാം. അതുപോലെ തന്നെ നിനക്ക് പോകേണ്ടതായ ദേശം എഴുതി വെക്കാം. ഈ സ്ഥാപനത്തിന്റെ പേരെഴുതി വെക്കാം. എന്നിട്ട് എന്റെ ഇല്ലം മനക്കോലായുടെ പേരെഴുതാ. എന്റെ പേരെഴുതി കാഞ്ഞിട്ട് ഒരു പിടി വെള്ളി നിന്റെ ശരീരം 11 പ്രാവശ്യം 5 പ്രാവശ്യം മുഴിയാ. 8 ആധാരം 18 അങ്കുലമായിട്ടുള്ള എന്റെ ശരീരം മായക്കാരാ നിനക്ക് സമർപ്പിക്കണം. ഇന്നൊരു ദേശത്ത് ഇന്നൊരു വില്ലും പേരയ്ക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. അതിന് യാതൊരു തടസ്സങ്ങളും കൂടാതെ കണ്ട് നീ പൂർത്തീകരിച്ച് ഇന്ന സ്ഥാപനത്തില് വില്ലും പേരയ്ക്കായിട്ട് എന്നെ പറഞ്ഞയച്ചേക്കണം എന്നും പറഞ്ഞ് പൊതിഞ്ഞു കെട്ടി വെച്ചു. നിനക്ക് അവിടെ നിന്ന് ആകാശമാർഗേ പോവാനുള്ളതായ ആ കടലാസ് പത്രം കിട്ടുമ്പോൾ അതെനിക്ക് തിരിച്ചു സമർപ്പിച്ചേക്കണം. അധികം വൈകില്ല. അതല്ല ഉണ്ണി, ഒരു പിടി വെള്ളി 11 വെള്ളിയില്ല. ആ ഉണ്ണിയുടെ കുമ്പിള് കൊണ്ട് എത്ര വെള്ളി കയ്യിലൊതുങ്ങോ ഒരു പിടി വെള്ളി. ഏതാ ദിക്കന്നി മക്കമുള്ള സ്ഥലത്ത് അത് തീർപ്പായതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, തീർപ്പായതല്ലേ? എടുത്ത പൊരുളിന് വേറെ പതില് പൊരുള് നീ പുത്തനാക്കി കൊടുത്തു അല്ലേ? തൊപ്പിക്കാരുടെ ആസ്ഥാനത്തൊന്നും പോയിട്ടില്ല. പിന്നെ നിനക്ക് എന്താ വേവലാതി? അല്ല, അതെനിക്ക് മനസ്സിലായി. അവിടെ ഒന്നും പോയില്ലല്ലോ എന്നാ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു പേരുണ്ണിക്ക് കേട്ടിട്ടില്ല. പോരെ,
അധികം ആരും അറിഞ്ഞിട്ടില്ല. പിന്നെന്താ എനിക്ക് പേടി? അറിഞ്ഞെങ്കിലല്ലേ പേടിയുള്ളൂ. ഞാൻ തെറുപ്പുണ്ടാക്കി തരാം. ആ ഉണ്ണിസന്താനത്തിന്റെ മുറിയറയിൽ വെച്ചാൽ മതി ഉണ്ടാ. എന്നിട്ട് 2 നേരം വെള്ളിയിട്ട് ഞാനിത് പറയാ, ഇന്ന നാമോദം ഇന്ന നക്ഷത്രകാല എൻ്റെ ഉണ്ണിസന്താനത്തിന് നല്ല ബുദ്ധി കൊടുത്തേക്കണേന്ന്, നല്ല ഉണ്ണികളായിട്ട് ഇടപെടക്കുണ്ടായിരിക്കണമെന്ന് ചീത്ത കുട്ടികെട്ടിൽ നിന്നൊക്കെ മാറ്റി, അതുപോലെ തന്നെ വേണ്ടാത്ത ചിന്തകളിലേക്ക് പോവാതെ കണ്ട് പേരും പ്രശസ്തി ഉണ്ടാക്കി കർമ്മത്തിനും കർമ്മസ്ഥാനത്തിനും വില്ലും വേലയ്ക്കും പോകാനായിട്ട് എൻ്റെ ഉണ്ണിക്ക് തോന്നിക്കണേന്നും പറഞ്ഞായിട്ട് നീ 2 നേരം വെള്ളിയിട്ട് വെച്ച് ഞാൻ തീർപ്പുണ്ടാക്കി തരാം കേട്ടാ. ഇത് എൻ്റെ കുട്ടികൽപ്പത്തിലൊരു 11 പ്രാവശ്യം കുഴിഞ്ഞിട്ടോളാൻ പറയും. അവങ്ങളുടെ പേര് എഴുതി കൊടുത്ത വാങ്ങിച്ചു തരാൻ നിനക്ക് ഞാൻ തന്നെ. എന്താ നിനക്കൊരു സന്തോഷക്കറ്? എന്താ സന്തോഷക്കർ? നിന്നെ പരിശോധനയ്ക്കല്ലേ വിളിക്കണേ അവിടേക്ക്? അതില് ആ പരിശോധനയില് തെറ്റുകൂടാക്കണ്ട ഞാൻ നിന്നെ നോക്കിയാ പോലെ. പിന്നെ നിനക്കെന്താ പേടി? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നേരം വരെ ഞാൻ നടത്തി തന്നിട്ടുണ്ട്. പിന്നെ ഇതിലെന്താ നിനക്ക് പേടി? ഭയപ്പെട്ടു പോയാലേ കാര്യം നടക്കില്ല. മനസ്സിലായില്ല? ആ മുറിയറയിലേക്ക് ഔഷധക്കാര് പരിശോധനയ്ക്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് നീ എന്നെ നാമോദയം പറഞ്ഞ് നിന്റെ അരിയത്തുള്ള ആ വിഷ്ണു സങ്കല്പമുള്ള ആസ്ഥാനത്ത് ഒരു തിരുമുടിമാര ഒരു പാൽപ്പായറ്റിന് കൊടുത്തിട്ട് ഇറങ്ങിക്കോളണം കേട്ടോ. അതിൻ്റെ ഒരു പിടി വെള്ളി മഞ്ഞപ്പട്ടിന് പൊതിഞ്ഞു വെച്ചോ. അത് നീ ആ സ്ഥാനത്ത് പോയിട്ട് കർമ്മം പൂർത്തീകരിച്ച് ആദ്യം കിട്ടുന്നതായ വെള്ളിയില് ഒരു ചെറിയ വെള്ളിയും കൂടി ചേർത്ത് നിന്റെ മാതാവിന് ആ ഗുരുഭവനപുരിയിൽ എൻ്റെ വെണ്ണക്കാരന് കൊണ്ടുകൊടുക്കാൻ പറയാ, കൊടിമര ചോട്ടില് കേട്ടാ. ഇത് അങ്ങോട്ട് ചെല്ലുമ്പോ കൊണ്ടുകൂടെ അത് നീ അവസാനിപ്പിച്ചല്ലോ അല്ലേ? വേറെ കൊടുത്താ? ഞാൻ പറഞ്ഞതല്ല നിന്നോട് നോക്കി നിർത്തിക്കൂടെ? ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് വന്നില്ല. ഇതൊക്കെ ഉള്ളപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ലേ? അപ്പൊ നിനക്കത് നോക്കി നടത്തായിരുന്നില്ലേ? ഒരു പേരുണ്ടാക്കി തന്നത് ആ സ്ഥാപനത്തിന് അല്ലേ? നീ തുന്നിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾക്കൊക്കെ ഒരു പേരുണ്ടാക്കി തന്നാ ഞാൻ നടത്തായിരുന്നില്ലേ? അതല്ല ഞാൻ ചോദിച്ചു, ഈ മാതാവിനെ നടത്തിക്കൊണ്ട് പോവായിരുന്നില്ല എന്നാ ചോദിച്ചുള്ളൂ. അല്ലാതെ കണ്ട് ഇരുത്തോ ഇരുത്തില്ലെന്ന് ഞാൻ നോക്കട്ടെ. ഇതാ അപ്പൊ ഇനി എത്ര ദിനമുണ്ട് ഇത് കഴിഞ്ഞ? ആദ്യത്തെ 30 നാളത്തെ വെള്ളിയായിട്ട് എനിക്ക് ഉടമ്പടി, അതും മറക്കുന്നു. അതുപോലെ തന്നെ കയറിപ്പോകുന്നതായ വാഹനത്തിന്റെ ഒരു കടലാസ് കൊണ്ടില്ലേ, അതിന്റെ വരൂ ഇത് കൂടെ ഒപ്പം തന്നെ. അത് മതി, അതൊന്ന് അയച്ചു തരാൻ പറഞ്ഞതാ. ഇതാ ചെറിയൊരു മണ്ഡലത്തിൽ അതെന്താ അങ്ങനെ ചെയ്താ ഉണ്ണി?
മനസ്സിലായില്ല? ആ, കൊടുത്ത ഉണ്ണി കൊടുക്കാന്ന് പറഞ്ഞു, കൂടെ നിൽക്കണ ഉണ്ണി കൊടുക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? പറ്റില്ല. ആ, അതിനകത്ത് അതിന്റെ പേര് എഴുതി കൊടുത്തു. 3 പേരുടെ പേരില് അതിന്റെ കർമ്മം പ്രവർത്തിക്കാൻ പറഞ്ഞു. ആ ദിക്കും ദിശ എഴുതി കൊടുത്തു. അതിന്റെ എന്തെങ്കിലും അക്കങ്ങൾ അറിയോ? സമ്മാനം കിട്ടിയ അക്കം വല്ലത് അറിയോ? ആ ഉണ്ണിയുടെ പേര് എഴുതി വാങ്ങിച്ചോളാൻ പറയാം. അതുപോലെ തന്നെ ആ ഉണ്ണിയുടെ ശരീരം തൊട്ട് അവിടത്തെ ഒരു വെള്ളി നാണയം, മനസ്സിലായില്ലേ? ശരീരം തൊട്ട് 2 പേര് ശരീരം തൊട്ട് അവിടത്തെ ഒരു വെള്ളി നാണയം പൊതിഞ്ഞു വെക്കാൻ പറയും. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഞാൻ കൊടുത്ത മുതലല്ലേ പൊരുള്, അത് കൊടുക്കില്ല എന്നല്ലേ പറഞ്ഞു. ഏത് മണലാരനില്ല അതിന്റെ അപ്പുറത്ത് മഞ്ഞുമണമാരി പെയ്യുന്ന ഏത് ദിക്കായാലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് വാങ്ങാം എന്ന് പറഞ്ഞാൽ മുച്ചൂട് മുടിക്കുന്നു പറഞ്ഞേക്ക്, വേറെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ആ, അപ്പൊ ആ വെള്ളിയടക്കല്ലേ വരിക? ആ വെള്ളിയടക്കല്ലേ വരിക? ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. ആ വെള്ളിയടക്കല്ലേ വരുള്ളൂ. നീ ഭവനം കണ്ട 3 മുറിയറ? ആ ആ, അതൊന്നും എന്നോട് പറയണ്ട. 3 മുറിയറ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. നീ പറഞ്ഞ അതായത് കിടപ്പുമുറി എന്ന് ഞാൻ പ്രത്യേകം പറയും. ഇത് നീ ഇപ്പൊ പറഞ്ഞ ആ ഭാഷ എന്റെ അല്ല, എനിക്കത് പറയാനും പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉണ്ണികൾ ചോദിക്കില്ലേ, മായക്കാരന്റെ ഭാഷയ്ക്കൊക്കെ മാറ്റം വന്നു. അത് വേണ്ട. ഞാൻ 3 കിടപ്പുമുറിയോടുകൂടെ നിനക്കൊരു ഭവനം വേണമെന്ന് ആ ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞു. അത് കണ്ടു. ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കല്ലേ? ആ, ഉറപ്പിക്കല്ലേ? ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ നീ എന്നോട് ഇങ്ങനെ തിരിച്ചു ചോദിച്ചാ ഉറപ്പിച്ചൂടെ? ഞാനല്ല ചോദിച്ചോ, ഉറപ്പിക്കല്ലേ എന്ന് ചോദിച്ചാൽ തന്നെ ഉറപ്പിച്ചോ. അതിന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിനക്ക് വെള്ളി വേറെ വഴിക്ക് വരുന്നു പറഞ്ഞ് ഞാൻ വിട്ടതാ. വേറെ വഴിക്ക് വന്നില്ലേ? ഇവിടെ മാറുമ്പോ വെള്ളി കൂടുതലാവില്ലേ ഉണ്ണിയെ? തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടണ്ടെന്ന് പറയാ. ഇനി നിന്നോട് ഞാൻ ചോദിക്കാൻ വരില്ല. പോത്തും പുറത്ത് ഒരാളുണ്ട്, അങ്ങേര് നിന്നോട് വെള്ളി ചോദിക്കാൻ വരുന്നത്. നീ ഏത് ദിക്കിലായാലും ഏത് കുലം ഗോത്രമായാലും എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞ് പിൻവാങ്ങിക്കോളാൻ പറയാം. വഴി ഞാൻ ഉണ്ടാക്കി തരാം. വെള്ളി കൊടുത്ത ആ ഭവനത്തിന് വെള്ളി ഉണ്ടല്ലേ? അല്ല വെള്ളി ഉണ്ടല്ലേ? അല്ല വെള്ളി ഉണ്ടല്ലേ എന്ന് വെച്ചുള്ളൂ. നീയല്ലേ മുന്നിട്ടിറങ്ങി? അല്ല, ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലായില്ല. നീ മുന്നിട്ടിറങ്ങിയപ്പോ അതിന് എന്തെങ്കിലും ഇല്ലാണ്ട് അറിഞ്ഞില്ല. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചത് എന്താ? ആ ഉണ്ണിയുടെ നക്ഷത്രം എന്താ? ആ, നിന്റെയോ? അപ്പൊ ശരിയായി. ഭരണിയല്ല നക്ഷത്രം. 27 നക്ഷത്രത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നക്ഷത്ര ഭരണി. നീയല്ല കൊടുക്കണേ വെള്ളി, മനസ്സിലായില്ല? ആ, നീയല്ലേ ഉടമ്പടിക്ക് ഒപ്പുവയ്ക്കാൻ വെള്ളി കൊടുക്കണം. കൊടുത്തോ? ദിവസം നിശ്ചയിച്ച് കൊടുത്തോ? ഞാൻ വാങ്ങിച്ച അതെന്താ ഉണ്ണി? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പകുതിക്ക് വെച്ച് എന്നെ പെരുവഴിയിൽ ഇട്ടിട്ട് പോരോന്ന് മാത്രമേ വെച്ചുള്ളൂ. അതായത് 3 കൂടെ കവലയിൽ എന്നെ നിർത്തിയിട്ട് പോരോന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതന്നെ ഞാനും പറഞ്ഞല്ലോ. ഞാനതിന് നീ എന്നെ കൊണ്ടുനടക്കണ്ടെന്നൊന്നും ഞാൻ ഒരു ഉണ്ണികളോടും പറയില്ല. മനസ്സിലായില്ലേ? പകുതിക്ക് എന്നെ വിട്ട് പോരാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ല? ചില ഉണ്ണികളെ കാര്യങ്ങളും കാര്യസാധ്യങ്ങളൊക്കെ ഞാൻ നടത്തി തരുമ്പോ എന്നെ മറക്കും. അങ്ങനെ ഒരു ശീലമുണ്ട്. അത് പറ്റില്ല എന്നാ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? ആണ് ഞാൻ നിന്നോട് ഒന്നും കൂടി നല്ലവണ്ണം ചിന്തിച്ചിട്ട് വരാൻ പറഞ്ഞതിന്റെ കാര്യം അതാ. ഉറപ്പിക്കല്ലേ? ആ, മോദം പറയൂ.
അവിടെ സംഭവം നാളെ മറ്റന്നാൾ അവരങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറയണതാണ്. പുള്ളിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞു പൂജാരി അങ്ങനല്ലാണ്ട് 11 മിനിറ്റ് വന്നിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞോളൂ. സ്ഥാനക്കാരൻ്റെ ചോദിച്ചിട്ടാ ആ വെള്ളി കൊടുത്ത ഉണ്ണിയുടെ പേര് എഴുതി വാങ്ങിച്ച് പൈസ എന്നിട്ട് എന്റെ പോത്തിന്റെ വലത് കൊമ്പിൽ കെട്ടിക്കോ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. എത്ര കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞ്? അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാമിക്ക് എന്താ കൊടുക്കുക? സ്വാമിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പേര് വീട് പണി കഴിച്ച് കഴിഞ്ഞാൽ വീട് പണിയല്ല ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ ഉണ്ണിയുടെ ചിത്രം വല്ലതുണ്ടാ? പേര് മാത്രമേ ഉള്ളൂ. കിട്ടുന്നതിനെ അറിയോ? ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ. ചൊവ്വാഴ്ച കാലത്ത് എത്രയ്ക്ക് പോലെ ചൊവ്വാഴ്ച കാലത്ത് എത്രയ്ക്ക് വരുമ്പോൾ ഒരു പുരുഷ പ്രതിമ കൊണ്ടുവരിക. ഫോട്ടം കൊണ്ടുവരിക. അയാളുടെ പേര് വീട്ടുന്നത് അവർ കല്യാണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ കാരണം അവർ ചോദിക്കേണ്ട ഒരു പുരുഷ പ്രതിമ ഉണ്ണിസന്താനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപരേഖ മനസ്സിലായില്ല. ഫോട്ടോ ഉണ്ടോ? ആ അതുണ്ടായിക്കോട്ടെ, പൂർണ്ണ രൂപരേഖ എഴുതി കൊടുക്കും. ഇന്ന ദേശത്ത് ഇന്ന ഭാഗത്ത് തങ്ങിപ്പാർക്കുന്ന ഉണ്ണി എൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഇന്ന ദേശത്ത് ഇന്ന ഭാഗത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച ഇന്ന നക്ഷത്രക്കാരനായി എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര വെള്ളി വാങ്ങിച്ചിട്ടുണ്ട്. ആ ഉണ്ണിക്ക് വെള്ളി തരാൻ പാകുണ്ട്, ഉണ്ണി എനിക്ക് തരുന്നില്ല, അത് നീ എനിക്ക് തീർപ്പുണ്ടാക്കി തരണമെന്ന് പറയാ. വേറെ ഒന്നും പറയണ്ട, ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഓണത്തിന് കൂട്ടി കിട്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന കാശ് കംപ്ലീറ്റ് വേറെ വഴിക്കാൻ ഹോസ്പിറ്റൽ കേസും വണ്ടി ഒന്നും തലകെട്ടിപ്പൊക്കി പൊക്കാൻ പറ്റില്ല. അതിന് കിട്ടുന്ന ആരെ പേരിലെ കുറ്റി വെച്ച്? എൻ്റെ പേര് നിന്റെ സമയം നല്ലതാണല്ലോ, പിന്നെന്തേ? അത് സ്വാമി കണ്ടു ഇനി അതിന്റെ നടുഭാഗം തരുന്നുള്ളൂ മണ്ണ് കൊണ്ടുവരും. തറകെട്ടിപ്പൊക്കില്ലേ നീ? തറകെട്ടിപ്പൊക്കിയ 4 മണി കെട്ടാൻ മാത്രമേ ഫുള്ളായി പറ്റിയിട്ടില്ല. അപ്പേക്കും മുടക്കാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ എന്താ തറ പൊക്കും കുറ്റി വെച്ചില്ലേ? സ്ത്രീകളായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. അതെല്ലാ കാര്യത്തിനും തടസ്സം വരുന്നുണ്ട്. ഈ മുതൽ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കാം. അത് മനസ്സിലായില്ല. 10 വർഷം കഴിഞ്ഞു. മനസ്സിലായില്ല. മനസ്സിലായില്ല. ആ സ്ത്രീയുടെ അമ്മ പ്രശ്നക്കാരി. മാതാവ് എന്ത് രീതിയിൽ ശരിയല്ല? ആ മോശം. നീ മാതാവിനില്ല മംഗല്യം കഴിക്കണേ? ആ അതറിയാൻ വേണ്ടിട്ടാ. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ആ ഉണ്ണിസന്താനം അതുപോലെ തന്നെ അവരുടെ ഭവനത്തിൽ എല്ലാവരും നല്ലവണ്ണം മനസ്സിൽ ഈ ഉണ്ണിനെ കണ്ടതാ. പ്രത്യേക ആ പെൺസന്താനം മനസ്സിലായി. അത് ഈ ഉണ്ണിസന്താനം നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ചോദിക്കാം ഉണ്ണിയെ? ഉണ്ണിക്ക് ചോദിക്കാം, എനിക്ക് ചോദിക്കാൻ അല്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഭാര്യാസമേതനായിട്ട് വന്ന് നിൽക്കുമ്പോ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അത് മുൻകാലത്ത് അറിയാതിരിക്കുന്ന ഒരു രഹസ്യം ഞാൻ പറഞ്ഞാൽ എന്റെ കർമ്മിക്കത് പറയാം. ഞാൻ പറഞ്ഞാൽ എന്തെന്നാ പറയാ? അനർത്ഥായ. ഇന്ന് തൊട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോ തല്ലൂട്ടായി ഇല്ലേ? അല്ല അത് 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 പറഞ്ഞത് മനസ്സിലായില്ല. എന്റെ കർമ്മയുടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെക്കുന്നതാ. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനാ സങ്കല്പം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തടസ്സം. അത് നല്ലവണ്ണം മോഹിച്ചത് ആ പെൺസന്താനം. നീ ആയാലും ഇങ്ങനെ ഉണ്ടാവുക? ആ ഉണ്ണിസന്താനത്തിനെ പുരുഷനായിട്ട് കണ്ടു. ഇനിയുള്ള കാലം ആ ഉണ്ണിസന്താനത്തിന്റെ കൂടെ സന്താനാദികളോട് കൂടെ തങ്ങിപ്പാർക്കുന്ന പുരുഷനായിട്ട് കണ്ടു. മനസ്സിലായ? മൺമറയുന്ന കാലം വരെ അവര് കോട്ട ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. മനസ്സിലായില്ല? ഒരു കൊട്ടാരം കെട്ടിപ്പോക്കിന്ന്. അതുകൊണ്ട് മനസ്സിലായില്ല. ആ അതാണ് അത് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്ന വ്യക്തി. അപ്പൊ ഒരു ശാപദോഷം. നീ നന്നാവാൻ പാടില്ല. കല കണ്ട നിങ്ങൾ തമ്മിൽ. അപ്പൊ ശരിയായി. ആദ്യം ഈ ദോഷം നമുക്ക് തീർക്കണം. അപ്പൊ ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോരാ. അതിന്റെ പേരൊക്കെ എഴുതി കൊടുത്തു.
ഇപ്പൊ മനസ്സിലായ? അത് മതി, അതാ വേണ്ടോ, അതാ വേണ്ടോ. മനസ്സിലായില്ല? മാതാവിന്റെ വേണ്ട, മാതാവിനെ ഇല്ല. അതല്ല ഞാൻ നിന്നോട് ആദ്യം ചോദിച്ച, മാതാവിനല്ലല്ലോ ഈ മംഗല്യം കഴിക്കുന്ന ചോദിച്ചതിന്റെ കാര്യം മനസ്സിലാവണ്ട. ഇതാണ് കാര്യം, മനസ്സിലായി? ആ നടുപന്തിൽ നിന്ന് ഒരു നുള്ളു മണ്ണും കൊണ്ടുപോരെ, ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോരാ. ഞാൻ കെട്ടിപ്പൊക്കി, ഞാൻ വെറുതെ ചെങ്ങിപ്പോലെയൊന്നും പറയില്ല ഉണ്ണിയാ. ഞാൻ പറയില്ല എന്തെങ്കിലും കാരണങ്ങളില്ലാണ്ട് പറയില്ല. അത് ഞാൻ നിന്നോട് അപ്പൊ നിനക്ക് വ്യാഴം പ്രസാദിക്കാൻ പാടില്ല. നീ അലഞ്ഞു, അതായത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സുണ്ടാവണം, മനസ്സിലാവണ്ട. ശാരീരിക സുഖം പൂർണ്ണമായിട്ടുണ്ടാവാൻ പാടില്ല, ചോദിക്കാൻ പാടില്ലാത്ത. എന്നാലും നിന്നോട് ചോദിച്ചാൽ ഇത്ര ഉണ്ണികൾ കേട്ടോട്ടെ, ചോദിച്ചാൽ എന്താ? അതാ ഒരു പ്രാർത്ഥനയുടെ ഫല. ചില പെൺസന്താനങ്ങളും മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥനാ സങ്കല്പം വെച്ചാൽ അങ്ങനെയാ, ആ ശാപം പെട്ടെന്ന് തീർന്നു പോവില്ല ഉണ്ണിയ, മനസ്സിലായ? അത്രയും മോഹമുണ്ടായൊരു കാര്യമാണ്. ഈ ഉണ്ണിക്ക് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? എപ്പോഴെങ്കിലും പറയാണ്ട് ഇതിലും നല്ലത് അതൊന്നും നീ പറയാൻ പാടില്ലല്ലോ. അത് പറഞ്ഞ സമ്മാനം നിനക്ക് വേറെ കിട്ടും. അതുകൊണ്ടാ ഇത് ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട അല്ലേ? നക്ഷത്രം എന്താ? അല്ല, ഇത് ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ടെന്ന്. ഇത്രയൊക്കെ തന്നെ മുകളിലേക്കുണ്ടെന്നാ പറഞ്ഞ, മനസ്സിലായില്ല? എന്റെ കാളിക്ക് കോപം വന്നാ എങ്ങനെയാ? അതമാരത്തെ മുതലോ അത്, ശരിയല്ലേ? അത് ഉണ്ണി ചെയ്തേക്കണം, മനസ്സിലായ? ഒരു ചുവന്ന പട്ട് വാങ്ങാം, അതിലൊരു മുക്കണ്ണനെ വെക്കാം, സ്ത്രീ പ്രതിമ വയ്ക്കാം, മനസ്സിലാവണ്ട? ഭവനത്തിന്റെ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് വേറെ പൊതിഞ്ഞ് വെക്കാം. എന്നിട്ട് ചൊവ്വാവെള്ളി ദിനത്തിൽ പച്ചപ്പാതിര നിരത്തി ഈ ഉണ്ണി അറിയരുത്, ശിരസൂട്ട് പാദം വരെ ഒഴിയാ, മനസ്സിലാവണ്ട? പൊതിഞ്ഞത്, മനസ്സിലായ? ചുവന്ന പട്ടിനകത്ത് മുക്കണ്ണനെ വെക്കാം, അതിന് മുകളില് സ്ത്രീ പ്രതിമ വെക്കാം. ആ പേര് എഴുതി നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ അറിയോ പേര് നിനക്ക്? അല്ല, അതുകൊണ്ട് നന്നായി ഉണ്ണിയാ നിനക്ക്. അപ്പോ ശിരസൂട്ട് പാദം വരെ ഒഴിയാ. എന്നെ മംഗല്യം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഉണ്ണി സന്താനമായിട്ട് മംഗല്യം പറഞ്ഞുറപ്പിച്ച പോലെ വന്നു നിന്ന ബന്ധം, ആ ഉണ്ണി അത്രയും മോഹിച്ചൊരു ബന്ധം കിട്ടാത്തത് കൊണ്ട് ആ ഉണ്ണിയുടെ ഒരു പ്രാർത്ഥനാ സങ്കല്പം ഞങ്ങളുടെ എല്ലാ വക ബന്ധങ്ങൾക്കും, മനസ്സിലായില്ല? ശാരീരികമായ സുഖങ്ങളടക്കം, ഭവനത്തിന്റെ കാര്യങ്ങളടക്കം, വെള്ളി കൊണ്ടുള്ള കാര്യങ്ങളടക്കം, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനോടുകൂടി അതൊരു പ്രാർത്ഥനാ സങ്കല്പമായിട്ടൊരു മുടക്കായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇത് തീർന്നു തന്നെ എന്ന് പറയാ. അടുത്ത ദിനം എന്നോടൊപ്പം നമ്മൾ കാളിയുടെ കോഴിക്കല്ലിനടിയിൽ അത് വെച്ചോ, ആ സ്ത്രീ പ്രതിമ, മണ്ണ് അതിന്റെ മുകളിലിടാം, മുക്കണ്ണനും പട്ടും കൂടി അങ്ങോട്ട് കൊടുത്ത് നീ തിരിച്ചു പോരെ, വഴി ഞാൻ ഉണ്ടാക്കി തരാം. ഈ ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കരുത്, നിന്റെ കയ്യിൽ വെച്ചേക്കണം, മനസ്സിലായില്ലേ? ഒഴിഞ്ഞത് പിന്നെ തിരിച്ച് ആ ഉണ്ണിയുടെ കയ്യിൽ കൊടുത്താൽ തിരിച്ച് ആ പാദവിഷയം അങ്ങോട്ട് വരും. നീ കയ്യിൽ വെച്ചേക്കണം. എന്നിട്ട് കോഴിക്കല്ലിന്റെ അടിയിൽ തെരഞ്ഞു കാണി കോഴിക്കല്ലിന്റെ അടിയിൽ സ്ത്രീ പ്രതിമ വെച്ചേക്കാം. വെക്കുന്ന സമയത്ത് പറഞ്ഞേക്കാം, ഇന്നലെ ഒഴിഞ്ഞതും ഇന്ന് പറയുന്ന സകല ദോഷങ്ങളും 64 കലയുള്ള 64 കൈയുള്ള കാളിയുടെ കോഴിക്കല്ലിന്റെ കീഴെ ഞാൻ സമർപ്പിക്കണം ആ പെൺസന്താനത്തിന്റെ സകല ദോഷങ്ങളും എന്ന് പറയാം. എന്നിട്ട് പട്ടും മുക്കണ്ണനും കൂടി അങ്ങോട്ട് കൊടുക്കും. ആ വെള്ളി തരാനുള്ള ഉണ്ണിയുടെ ചിത്രം നീ കെട്ടിപ്പോക്കാൻ നിശ്ചയിച്ച ഭവനത്തിന്റെ നടുഭാഗത്ത് ഒരു നുള്ള മണ്ണ് നീ കൊണ്ടുപോവാ. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. നിന്റെ സമയം നല്ലതാണ്, മനസ്സിലായ? നിന്റെ സമയം നല്ലതാ. നിന്റെ സമയം നല്ലതാണെന്ന് നീ വന്നപ്പോ ഈ ഉണ്ണി കൂടിയല്ല വന്ന, എങ്ങനെ ചോദിക്കാം? ഇത് പറഞ്ഞ വിവരം എന്നോട് പറഞ്ഞു ഞാൻ ചോദിക്കില്ലേ, മനസ്സിലായില്ല? അല്ല അതുകൊണ്ട് കാര്യമില്ല. ഇതെന്താ മുതലെന്ന് മനസ്സിലായ നിനക്ക്? കിട്ടിയിട്ടുണ്ടോ സമ്മാനം? കൊടുത്തിട്ടുണ്ടാ? അല്ല ചോദിച്ചതാ, ചോദിച്ചതന്നെ. ഉണ്ണി അത് ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വന്നോളാൻ പറയും.
തീർപ്പുണ്ടാക്കി തരാൻ ഞാൻ കർമ്മം ചെയ്തിട്ടില്ലുള്ളൂ. നീ ഉണ്ണികളോട് പറഞ്ഞു ഞാനാ വാങ്ങിച്ചു തരാം, വിറ്റ് വില മാറി തരാന്ന് പോരെ. നീ ആവലാതിപ്പണ്ട, നിന്റെ കർമ്മം ഞാൻ കയ്യെ പറ്റുള്ളൂ. ആ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കും. ആവശ്യമില്ലാണ്ട് അറിയരുത്. ഉണ്ണി നിന്റെ കർമ്മം ഞാൻ കയ്യിൽ പറ്റിയിട്ടുണ്ട്. നീ അത് 10 ഉണ്ണികളോട് പറഞ്ഞു ഞാനത് അധികം വൈകില്ല, വിറ്റ് വില മാറി തരാം. വന്ന് കണ്ട വന്ന് കണ്ടോന്നാ ചോദിച്ചത്. അവരെന്ത് പറഞ്ഞു? ആ രണ്ടുപേരുടെ ചിത്രം ആക്കിക്കോ, രണ്ടുപേരുടെ മയ്യഞ്ച് കർമ്മം പ്രവർത്തിച്ചോ, ഞാനത് പൂർത്തീകരിച്ചു. അതല്ലേ പറഞ്ഞ ഞാൻ നിന്നോട് കർമ്മം പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ നിന്നോട് കർമ്മത്തിന് വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞ? മംഗല്യം നടത്തല്ലേ എന്നല്ലേ ചോദിച്ചുള്ളൂ അല്ലേ? അപ്പൊ നീ എന്താ പറഞ്ഞ? ആ ഉണ്ണി സമ്മതിക്കണില്ല എന്നല്ലേ പറഞ്ഞേ? ഞാനിപ്പോ എന്താ പറഞ്ഞേ? അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നല്ലൊരു കാര്യം കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ നടത്തിക്കൊള്ളാനാ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. രണ്ടുപേരുടെ ചിത്രം കൊണ്ടുവിടാൻ പറഞ്ഞു. തനിയെ ആ ഉണ്ണിയുടെ പൂർണ്ണ രൂപം എഴുതി വാങ്ങിച്ചു. കുഴപ്പക്കാരനല്ല, നല്ല ഉണ്ണിയാ. പിന്നെ നിന്റെ ഉണ്ണി ഇത്തിരി ചാട്യമുള്ളൂ. പിന്നെ നിന്റെ ഉണ്ണിക്ക് അത്തിരി ചാട്യം അല്ലേ? ആ ഉണ്ണി കുഴപ്പക്കാരനല്ല, അവിടെ നിൽക്കാൻ പറഞ്ഞ് നിന്നോളൂ, മതിയാ. പിന്നെ നിന്റെ ഉണ്ണിക്ക് അത്തിരി ചാട്യം കൊള്ളുന്നു, പിടിവാശി കൊണ്ട് നിന്റെ ഉണ്ണിക്കാ. അത് വേണ്ട, ഞാൻ കയറില്ലെന്ന് ഞാൻ നോക്കിക്കോളാം. ഇനി അതിന് അവിടെ അതില്ല ഉണ്ണി. 4-ാം വേദക്കാർ പിന്നാലെ പോണില്ല, അത്രയുള്ള കാര്യം മനസ്സിലായില്ല. അത് തന്നെയാ പറഞ്ഞ 4-ാം വേദക്കാരെ ആ ഉണ്ണിക്ക് ചെയ്തു കൊടുക്കാൻ വെള്ള വസ്ത്രട്ട ഉണ്ണികളുണ്ട്, മനസ്സിലായില്ല. ആ നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്നു, മനസ്സിലായില്ല. വേണ്ട ഉണ്ണിയെ, അതിന്റെ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥനാ സങ്കല്പം വെച്ചാൽ മതി. എല്ലാവരുടെ ഭവനത്തിലും അതുണ്ടാവില്ല. നീ ആ കുലക്കാരിക്കല്ലേ, എല്ലാവരുടെ ഭവനത്തിലും അതുണ്ടാവും. ഇല്ലില്ല. അപ്പൊ അത് അങ്ങേരെ ചിട്ടപ്പെടുത്തി കൊടുത്തേക്കണ്ട. അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ട് അങ്ങേർക്ക്, മനസ്സിലായില്ല. എല്ലാ ഗുണങ്ങളും ഉണ്ടെന്നാ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അതിന് നീ അർത്ഥം മനസ്സിലാക്കിക്കോ. അത് പോവില്ല, ഒഴിവാക്കേണ്ട കാര്യമില്ല. അത് നല്ല ഉണ്ണിയെ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഈ ഉണ്ണി സന്താനത്തിന്റെ തടുക്കുപായ കർമ്മത്തിന്റെ ബലം കൊണ്ടാ. അതാ ആ വെള്ള വസ്ത്രക്കാരനാ. ഇത് പ്രായമുണ്ട്, നല്ല ഉയരമുണ്ട്, ഒത്ത ശരീരമുണ്ട്, നല്ല തേജസ്സുള്ള ഉണ്ണിയാണ്. തൊടാൻ പറ്റില്ല, തൊടാനേ പറ്റില്ല, മനസ്സിലായില്ല. തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം എന്താ? അത്രയും കൃത്യനിഷ്ഠതയോടുകൂടി കാര്യം പ്രവർത്തിക്കുന്ന ഉണ്ണിയാ. ഇപ്പൊ കിട്ടിയൊന്നുമല്ല, കാലങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളതാ. ആ കാലങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളതാണ്, മനസ്സിലായില്ലേ? കാലങ്ങൾക്ക് മുമ്പ് ഇവരുടേതായ ഗുരുനാഥന്മാരിൽ നിന്ന് എല്ലാവക ചിട്ടവട്ടങ്ങളും എഴുതിക്കുറിച്ച് പഠിച്ച ഒരു ഉണ്ണിയാ, വീടില്ല. അതറിഞ്ഞിട്ടില്ല ഞാൻ നിന്നോട് ഇതൊന്നും പറയാതിരുന്നില്ല. ഞാനതിനെ ചാടിച്ച് തരാമെന്ന് പറഞ്ഞാൽ ചാടിച്ച് തന്നിരിക്കും. നീ അതിനെക്കുറിച്ച് അവലാതിപ്പെടണ്ട, ഞാനല്ലേ പറഞ്ഞു. അതിൻ്റെ നക്ഷത്രം അതിൻ്റെ ഒരു ദോഷം, ആ സമയത്തിൻ്റെ ഒരു അത് നോക്കിയറിഞ്ഞ് പ്രവർത്തിക്കാവുള്ളൂ. ഉന്നയുടെ നക്ഷത്രങ്ങളിലും 27 നക്ഷത്രം വെച്ചാൽ അതിൽ ഏത് നക്ഷത്രമാണോ ആ നക്ഷത്രം ഈ ഉണ്ണിയുടെ ആണെങ്കിൽ പൂർണ്ണ ഫലത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് ആ കർമ്മം, മനസ്സിലായില്ലേ?
നക്ഷത്രം അറിയണമെന്നില്ല ഒരു കർമ്മിക്ക്, മനസ്സിലായ ഉണ്ണിക്ക്. 27 നക്ഷത്രത്തിലെ ഏത് നക്ഷത്രമാണോ ഈ ഉണ്ണിക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ നക്ഷത്രം ഈ ഉണ്ണിയുടെ ആണെങ്കിൽ പ്രവൃത്തി ഉണ്ടാവണേന്നും പറഞ്ഞിട്ട് കർമ്മം, മനസ്സിലായ. പിന്നെ തിരുവോണം നക്ഷത്രമാണെന്ന് അറിയുമ്പോൾ പിന്നെ ആ ദശാസന്ധി നോക്കിയിട്ടാ തല്ല്, മനസ്സിലായ. ഇതൊക്കെ ഞാൻ പതുങ്ങിയിരിക്കുന്ന എന്തിനാന്ന് അറിയാം. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കുതിപ്പുണ്ട്, സമാധാനപ്പെടുമ്പോ ഇത് എഴുതി കുറിച്ച് വാങ്ങിച്ചതാ. 2 പേരുടെ ചിത്രം കൊണ്ട് കൊടുത്തു. അവരുടെ മാതാവിന്റെ പിതാവിന്റെ പേര്, ഉണ്ണിയുടെ ചിത്രം. ആ ഉണ്ണിയുടെയോ അടുത്ത ദിനം വരെ നിന്ന് കാത്തിരിക്കുന്നു. മിഥുനം കർക്കിടകം എന്ന് കഴിഞ്ഞോട്ടെ ചിങ്ങപ്പുലരി ആകുമ്പോഴേക്കും ഞാൻ അതിന് തീർപ്പുണ്ടാക്കി തരാം. ഇതിന് നിന്റെ കൂടെ പിറന്ന ഉണ്ണി സന്താനത്തിന്റെ പെൺസന്താനത്തിൽ തീർപ്പുണ്ടാക്കി തരും. അതുവരെ നീ ആ കാര്യം മനസ്സിൽ പോലും ചിന്തിക്കണ്ട. എന്താണെന്നറിയോ, ആ ഉണ്ണി അത്രയും അങ്ങേരക്കല്ല, അതിന് പ്രവർത്തിക്കുന്ന ഉണ്ണിക്ക് നല്ലവണ്ണം നോക്കാനറിയാം. അങ്ങേരുടെ കയ്യിൽ ഒരു നീരുണ്ട് ഉണ്ണി, ആ നീരിൽ നോക്കിയാൽ അറിയാം. ഒരു മറ്റിയുണ്ട് കറുത്തത്, ഒരു ചെപ്പ് തുറന്നു വെച്ചിട്ടേ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിസ്സാരക്കാരനല്ല. ആ മതി, അതവിടെ ഉറപ്പിച്ചു, മനസ്സിലായില്ല. ആ അതവിടെ ഉറപ്പിച്ചു. എന്തിനാ ഞാൻ പറഞ്ഞു? അതല്ല പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഉണ്ണിയെന്ന് പറഞ്ഞപ്പോൾ അതിലെല്ലാ അർത്ഥം ഈ ഉണ്ണിക്ക് മനസ്സില്ല. ആ ഉണ്ണി ഇന്ന് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുത്തിരിക്കും മാറ്ററിഞ്ഞു. അപ്പൊ അതല്ല പറഞ്ഞ സമയം കാലം നോക്കിയിരിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവണ്ട. അപ്പൊ നീ അത് ചിന്തിക്കണ്ട, മനസ്സിലായി. അത് ഞാൻ കടത്തിക്കൊണ്ടുവരാം. ഇത് നീ ഉറപ്പിച്ചോ. ഉണർന്നാണ് നക്ഷത്രം, സമയം നല്ലതാ. രണ്ടുപേരുടെ ചിത്രം, ആ മാതാവിന്റെ പിതാവിന്റെ പേരും സ്ഥലം ഒക്കെ എഴുതി തരാൻ പറയണം. അത് ഇതോടുകൂടി തീർപ്പാകും. ഈ ഒരു കാര്യം പറയരുത് ആരോടും, മനസ്സിലായി. ഇങ്ങനെ വെള്ളി കൈകാര്യം ചെയ്യുന്ന ആസ്ഥാനത്ത് കർമ്മം കിട്ടാൻ പോകുന്നെന്ന് പറയുന്നതാണ്. നീയാ ഈ കടത്തില് കളിക്കണെന്ന് ആ ഉണ്ണികൾക്ക് അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അതോട്ട്. ഓയിൽ ആൻഡ് ഗ്യാസിലാണ് ജോലി അഹമ്മദാബാദിൽ. അവന് പുറത്ത് പോകാൻ നല്ലൊരു ജോലി, ഇതന്നെ ജോലി പുറത്ത് കിട്ടണം, നല്ല ശമ്പളം ഉണ്ടാവും. എന്നോട് ഇറങ്ങിക്കോളാൻ പറയും. സമയം നല്ലതാ, അശ്വതിയല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഉണ്ണിയുടെ ചിത്രം അല്ലെങ്കിൽ ആ പുസ്തകത്തോട് വല്ലതൊന്നും അതൊക്കെ ഒന്ന് കൊണ്ടുപോവാ. എന്നിട്ട് ഉണ്ണിക്ക് ഏത് ദിക്കിലൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അയച്ചോളാൻ പറയും. ഞാൻ അതിന് തീർപ്പുണ്ടാക്കി തരാമെന്ന് പറയും. സമയം നല്ലതാ. അതല്ല, ഇതിന്റെ ഈ പഴക്കം തഴക്കം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, മനസ്സിലായി. പഴക്കം തഴക്കം പറഞ്ഞാൽ കിട്ടുന്നു, മനസ്സിലായില്ല. അതൊക്കെ സ്വരൂപിച്ച് വെക്കാൻ പറയും. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഇത് നീ തൊടാൻ നിൽക്കണ്ട. ഏതാ ഇത് തൊടാൻ നിൽക്കണ്ട. ഏത് ചിങ്ങപ്പുലരി വരെ നീ തൊടാൻ നിൽക്കണ്ട. നിന്റെ ഉണ്ണിയുടെ മംഗല്യം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് അതൊന്ന് തൊട്ട് നോക്കാം. അതാ നല്ലത്. ഞാൻ പിന്നാക്കം മാറിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിന്നോട് ഞാൻ ഒരു കാര്യം മങ്കട ആവശ്യപ്പെട്ടതാ, മംഗല്യം നടത്തല്ലെന്ന്. ഒരു പെൺസന്താനത്തിന്റെ മംഗല്യം നടത്തി കാണാനേ മാതാവിന് പിതാവിനേക്കാളും വേറെ വേവലാതി മാതാവിനുണ്ടാവും. അപ്പൊ അത് കഴിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കളത്തിൽ കയറി കളിക്കാം. അതുവരെ നീ ആ കളം ചിന്തിക്കണ്ട, ആളെ ചിന്തിക്കണ്ട. ആ കാര്യം നീ മനസ്സിനകത്തുനിന്ന് വിട്ടോ. ഞാൻ വിട്ടിട്ടില്ല, നീ വിട്ടോ. ആ ഉണ്ണി സമ്മതം പറഞ്ഞില്ലേ? മകള് പറയുന്നത് അമ്മ ആലോചിച്ച്, അമ്മ തീരുമാനിച്ച്. ഞാൻ ഉണ്ണിയുടെ മനസ്സിൽ എന്റെ നക്ഷത്രം എന്താ? ഇപ്പൊ സമയമല്ല. നീ എവിടുന്ന വരണേ?
നിന്റെ 4-ാം ഇടത്തിന്റെ നാമോദയം പറഞ്ഞു. കല്ലിമുപ്പുറം. നിന്റെ ഇല്ലത്ത് ഞാനുണ്ടല്ലോ, ഇല്ലേ? സ്വാമിയുണ്ടോടാ? ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ? കർമ്മത്തിന് വ്യത്യാസമുള്ളൂ, മനസ്സിലായില്ല. നിന്റെ ഇല്ലത്ത് ഞാനുണ്ട്, കർമ്മത്തിന് വ്യത്യാസമുള്ളൂ. കല്ലൂട്ടാ അങ്ങിന്നും അതൊക്കെ അവിടെ നിന്ന് നോക്കാം. അവിടെ ആരാ മുഖ്യദേവത എന്നറിയോ? നിനക്ക് നിന്റെ 4-ാം ഇടത്തെ ആ പരദേവതകളിരിക്കുന്ന ആസ്ഥാനത്ത് ആ ക്ഷേത്ര സമുച്ചയത്തിനകത്ത് ആർക്കാണ് പ്രാധാന്യം എന്നറിയോ? നിനക്ക് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞെന്ന ചോദ്യം. ഞാനല്ലാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കൂ? എന്റെ അവിടെ പറഞ്ഞോള് ഭദ്രാസങ്കല്പമുള്ള കാളിക്കാണ് പ്രാധാന്യം, മനസ്സിലായ? രണ്ടാമത് വെച്ചതല്ലേ എന്റെ കാളീനെ. നീ ചോദിച്ചു നോക്ക് നിന്റെ ഭവനത്തിന്. സാത്താസങ്കല്പം അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് പേരിന് വേണ്ടി വെച്ചതല്ല. അത് പിന്നെ അനർത്ഥമായി. കാളിയുടെ അനർത്ഥം വന്നപ്പോ കാളിനെ ഒരു ചെറിയ മുല്ലത്രയിലിരുത്തി. അത് കഴിഞ്ഞപ്പോ പറ്റില്ല എന്നത് വടക്കോട്ട് മാറ്റി കിഴക്കോട്ട് ദർശനമായിട്ട് ആലയം പണിത് ഇരുത്തി. അതല്ലേ ശരി? അപ്പൊ കാളിയോട് നീ നല്ലവണ്ണം പറഞ്ഞു, മനസ്സിലായ? നിന്റെ പുസ്തകത്താൾ കൊണ്ടുപോരെ? ഉണ്ടാ? അപ്പൊ അതൊക്കെ എടുത്തു വെക്കും. പോവാനുള്ള വെള്ളി ഉണ്ട് അതിനൊക്കെ. പിന്നെ മനസ്സിലായില്ലേ? 6-7 വെള്ളി വേണ്ടേ മൊത്തം കണക്ക് അല്ലേ? അപ്പൊ നീ പുസ്തകത്താൾ കൊണ്ടുപോലെ 5 കർമ്മം പ്രവർത്തിച്ചോ. എന്നിട്ട് മുടക്കും കൂടാതെ കൊണ്ട് ഒരു ചുമന്നിട്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും നിന്റെ ഉടപ്പുറന്നുള്ള ആസ്ഥാനത്ത് പോയിട്ട് നല്ലവണ്ണം പറഞ്ഞു, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ആ സങ്കല്പമല്ല ആ കരുവിനോട് പറയണ്ട, കാളിയോട് പറഞ്ഞു. കാളിയോടും എന്നോടും പറഞ്ഞു, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. കാളിയാണ് അവിടെ പ്രധാനം. നീ എവിടെ പറഞ്ഞു ഞാൻ തീർപ്പുണ്ടാക്കി തരാം, മനസ്സിലായ? പൂജ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5000 രൂപ പൂജ പറഞ്ഞിട്ടുണ്ട്. ഒരു കളക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 5000 രൂപ മൊത്തം 10000 രൂപ ചിലവ് വരും. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാൻ താല്പര്യം വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് ചെയ്യാൻ കുറ്റിയുള്ള കടലാസിൽ പൊതിഞ്ഞ് കുറ്റിയുള്ള സ്ഥലത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് സമയം ചെയ്യാൻ വരുമ്പോൾ ഈ കൂടെ തിരിച്ചു വെക്കുന്ന പാസ്പോർട്ടിൻ്റെ കോപ്പി കൊണ്ടുവരണം, 10000 രൂപ കൊണ്ടുവരണം, ഒരു മദ്യം കൊണ്ടുവരണം, ഒരു കിലോ ശരീരം കൊണ്ടുവരണം. വിറ്റ് വെള്ളം മാറിയാൽ എങ്ങനെയാ? വിറ്റോളാൻ പറഞ്ഞു അല്ലേ? ഉണ്ണിയുടെ ഒപ്പ് വയ്ക്കാണ്ട് വിറ്റ് വെള്ളം മാറാൻ പറ്റൂ? ഇല്ല. ആള് വരട്ടെ, അപ്പോഴല്ലേ എനിക്ക് കട്ടായം പറയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ല? ഇത്ര നിന്നാലേ ഒപ്പ് വയ്ക്കുള്ളൂ. ഇപ്പൊ അവിടേക്ക് ഞാൻ കൊണ്ടുവന്ന് എത്തിച്ച മതി. നടക്കട്ടെ, ഞാൻ തന്നെയല്ല കൊടുക്കാൻ പറഞ്ഞു. ഉണ്ണികൾ കളിക്കണ്ട മുന്നിൽ കേട്ടാ. ഉണ്ണിയുടെ മാളെ തടിക്കോ, മനസ്സിലായില്ല? വിറ്റോളാൻ പറഞ്ഞല്ലോ, മനസ്സിലായില്ല? മണ്ണ് വിറ്റോളാൻ പറഞ്ഞില്ലേ? ഉണ്ണികളും മാളിറക്കിക്കോ കളത്തില്, മനസ്സിലായില്ല? ഉണ്ണികളും പറഞ്ഞു സമ്മതിപ്പിക്കാന്ന്. സമ്മതിപ്പിക്കാലോ. ഉണ്ണികൾ പറഞ്ഞ വെള്ളി തന്നാൽ ഉടമ്പടിയായി, അത്രേ വേണ്ടു. അതുവരെ തരില്ല എന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ ഇങ്ങനെയായി അല്ലേ? അപ്പൊ ഉണ്ണികളെ ആളെ വിളിച്ചു കൂട്ടിക്കോ, മനസ്സിലായില്ല? ആ മണ്ണ് വിൽക്കാനുള്ള ആളെ വിളിച്ചു കൂട്ടിക്കോ. ആ പറഞ്ഞു ഉന്നോട് ചോദിക്കാം എത്ര വെള്ളിക്കാ മണ്ണ് വിൽക്കാന്ന് ചോദിക്കാം. ഉണ്ണികൾ ആ വെള്ളി പറഞ്ഞു. ആള് വരുമ്പോ ഒപ്പ് വെക്കണമെങ്കിൽ ഞങ്ങളുടെ വെള്ളി വെച്ചോ, അത്ര മതി. അപ്പൊ ശരിയായി.
അതല്ല ഞാൻ പറഞ്ഞു, അതിനല്ലേ ഈ നേരം വരെ കളിച്ച കളി എന്തിനാ ഇതിനാ. അതെന്താ പറഞ്ഞ് തരില്ല എന്നല്ല പറഞ്ഞു. ഇപ്പൊ എന്താ പറഞ്ഞ്, ഞാൻ ആ പെൺസന്താനങ്ങളോട് പറഞ്ഞ് സമ്മതം മൂളിക്കോളാം, നീ ആളെ കൊണ്ടുവരാനാ പറഞ്ഞല്ലേ. ഇറങ്ങിപ്പോ ഞാൻ തീർപ്പുണ്ടാക്കി തരാം, പൊക്കോ. ഉണ്ണിയുടെ മുന്നിൽ നിൽക്കണ്ട, മനസ്സിലായില്ല. അങ്ങനെ പോട്ടെ. ഉണ്ണിക്ക് എന്താ പേടി? എനിക്കൊരു പേടിയില്ലല്ലോ. ഞാൻ ഇതിനു വേണ്ടി വട്ടം വെച്ചിട്ട് ഇപ്പൊ ഇത്രയ്ക്കായില്ല. അതായത് ഉണ്ണിനെ ഞാനൊന്ന് തട്ടിയിട്ടപ്പോ ഉണ്ണി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒതുങ്ങാനുണ്ട്, മനസ്സിലായില്ല. കർക്കിടകം 7 കഴിയുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി തട്ടിയിടും. അപ്പൊ ശരി, ഞാൻ നോക്കി വെച്ചിരിക്കുന്ന അമ്മയ്ക്കാ. ഇതിനും 10 കഴിഞ്ഞോട്ടെ, ഞാൻ തരാം. അതൊക്കെ ഉണ്ടാവും. ആ സമയദോഷത്തിന്റെ ആ ദേശത്ത് വേപ്പിലക്കാരില്ലേ, അവർക്കൊരു ചെറുനാരങ്ങ എത്ര വയസ്സായിട്ടോ അത്രയും വയസ്സുള്ള ഒരു മാലയായിട്ട് നീ കോർത്ത് കൊണ്ടുവന്നിട്ട് കൊടുക്കും, വെറുപ്പുണ്ടാക്കി. ആ അതല്ല വേപ്പിലക്കാരി. നീ പറയുന്ന അതും ഒക്കെ ശരിയാണ്, ഒക്കെ കാളി തന്നെയാ. കർമ്മ ഉണ്ടാകുന്ന പറയാം. അതുപോലെ തന്നെ കോപം ഒക്കെ ഒന്ന് അതിന്റെ കോപത്തിന്റെ ആണ് കാളി. അപ്പൊ കോപം ഒന്ന് ശമിക്കട്ടെ. ഇന്ന നക്ഷത്രക്കാരനാ, ഇത്ര വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞാലിട്ട് ചെറുനാരങ്ങ കഴുകി നിന്റെ മടിയിൽ വെച്ചിട്ട് നീ നീരാട്ട് കഴിഞ്ഞു വന്ന് അന്നൊന്നും കഴിക്കരുത്, മനസ്സിലായില്ല. അന്നം കഴിക്കാതെ കണ്ട് മടിയിൽ വെച്ച് എന്തിനാണെന്നറിയോ മടിയിൽ വെക്കുന്നത്? നീ മടിയിൽ വെച്ചല്ലേ ഒരു പ്രായം വരെ തലോലിച്ച്, അതിനാണ് മടിയിൽ വെക്കണം എന്ന് പറഞ്ഞത്. മടിയിൽ ഒരു ദൂഷണിൽ വെച്ചിട്ട് അതിൽ കോർത്തും കഴിഞ്ഞ് അപ്പൊ തന്നെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് എന്നറിയാണ്ട് എൻ്റെ കണ്ടത്ത് കൊണ്ട് മണ്ണ് കെട്ടുക, കാല് കൊടുത്തിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കാണ്ടിരിക്കുക, അവനെ കൊണ്ടുള്ള ശല്യം. അങ്ങനെ ചിത്രങ്ങാനും കിട്ടും ഒന്ന്, ചിത്രം കിട്ടും ഒന്ന് ചോദിച്ചു. അല്ല ചിത്രം കിട്ടുമെന്ന് ചോദിക്കും. ഒന്ന് കൊണ്ടുവരും, ഒന്ന് കൊണ്ടുവരും. അപ്പൊ ആളറിഞ്ഞതല്ലാനോ ഒന്ന് കൊണ്ടുപോകാം, ഞാൻ വഴി ഉണ്ടായി. കഷ്ടത്തിലാണ് അത് മനസ്സിലായി, അതുകൊണ്ടല്ലേ പറഞ്ഞു പെട്ടെന്നുണ്ടായിരുന്നു. ഒന്ന് കൊണ്ടുപോവാ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുന്നു സ്വാമി. അതൊക്കെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിച്ചേ. നീ ഒന്ന് കൊണ്ടുപോവാ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അവിടെ പോയി ഭഗവാൻ ആ ഉണ്ണിയുടെ ചിത്രം ഒന്ന് കൊണ്ടുപോകും. അതുപോലെ തന്നെ നിന്റെ ആ മണ്ണില്ലേ, പല വൃക്ഷങ്ങൾ വിളയുന്ന മണ്ണില്ലേ, പാടത്തുണ്ട്. ആ അതൊരു ഒരു നുള്ളെടുത്തിട്ട് പോകും, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ആളിപ്പോ എവിടെയാ? വീട്ടിലുണ്ട്. ആ ഉണ്ണിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞ് വിശാഖം. ഓ നാമോദയം പറയും. ശരസ്വതി. കൊടുക്കാനല്ലേ ചർച്ച വിശാഖം. അല്ലെങ്കിൽ ആ ഉണ്ണിയുടെ മുറിയറയിൽ വെച്ചോളാം. കുറിയിൽ വെക്കാം. അങ്ങനെ ഞാൻ തീർപ്പാക്കി തരാം. പൂജ ചെയ്തിട്ടുണ്ടായിരുന്ന മണ്ണ് കൊണ്ടുവന്ന അപ്പൊ ആ മണ്ണിന്റെ ഒരു രൂപരേഖ എഴുതി തരാൻ പറയും. അതുപോലെ തന്നെ ആ മണ്ണിനെ കുറിച്ചൊരു 10 കർമ്മം പ്രവർത്തിക്കാൻ പറയും. ഇന്ന ഭാഗത്ത് കിടക്കുന്ന മണ്ണ് ഇത്ര പിടി മണ്ണ് എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കും. ഇന്ന ആളുടെ ഇത്ര പിടി മണ്ണ് ഇന്നത്തെ ഭാഗത്ത് കിടക്കുന്നു, ഇത്ര വെള്ളിക്ക് ആ മണ്ണ് വിറ്റ് ബലമാരി കൊടുക്കണം എന്നും പറഞ്ഞ് ഞാനിട്ട് ഒരു കടലാസത്തിൽ എഴുതി എനിക്ക് വെച്ചോ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. സ്ഥലത്തിന്റെ ആധാരത്തിന്റെ കോപ്പി അല്ലെങ്കിൽ ചാരടത്തെ റെസിപ്റ്റ് അതെന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു നുള്ളു മണ്ണും കൊണ്ടുപോരെ, ഞാൻ വഴി കൊണ്ടുവരണം കേട്ടോ. പൂജ പറഞ്ഞിട്ട് കടന്നു വരുന്ന വഴിയിൽ ഒരു നുള്ളു മണ്ണ്, 4 ഭാഗത്തെ വേണ്ട, കടന്നു വരുന്ന വഴിയിൽ, അതായത് ആ ഭാഗത്തേക്ക് കാല് വയ്ക്കുന്ന
ആ ഉമ്മറക്കോലായിൽ ഒരു നുള്ളു മണ്ണ്. അങ്ങനെ എത്ര വട്ടം പോയി? അത് 2-3 മാസക്കാലമായിട്ട് പോയതല്ലേ? എവിടുന്നാ വരുന്നത്? വടക്ക് ഭാഗം. ഉണ്ണിയുടെ നക്ഷത്രം എന്താ? ഉണ്ണിയുടെ രണ്ടുപേരുടെ പേരിലും 10 കർമ്മം പ്രവർത്തിക്കാൻ പറയാം. ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ് കൊണ്ടുവരാൻ പറയാ. കർമ്മം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കർമ്മം കഴിഞ്ഞ് അടുത്ത ദിനം വ്രതശുദ്ധി ആചരിച്ച് എൻ്റെ നാഗസങ്കല്പാലിരിക്കുന്ന ആലയത്തിൽ പോയിട്ട് ഒരു കദളിക്കിനി ഉദരം ഒഴിഞ്ഞ് പെൺസന്താനത്തിന് കൊടുക്കാൻ പറയാം. മനസ്സിലാവണ്ട? അതുകൂടാക്കേണ്ട 11 ദിനം വ്രതശുദ്ധി ആചരിച്ച് എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ട് ഒരു കുടം കൊണ്ട് നേര് 2 പേരുടെ പേര് കൊടുക്കുക. ഒരേ കൂളത്തിൻ്റെ ഹാരം കൊടുക്കുക. ആ നീര് കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് 2 പേരും നീരാടുക. അങ്ങനെ 11 ദിനം വ്രതം ആചരിക്കുക. 11 ദിനം അന്നം കഴിച്ച് നിദ്ര കൊള്ളുന്നതിന് മുമ്പ് ആൺസന്താനം പെൺസന്താനത്തിൻ്റെ ഉദരം ഒഴിഞ്ഞു കാണിട്ട് ഒരു വെള്ളി വെള്ളപ്പട്ടിലും, ഒരു വെള്ളി മഞ്ഞപ്പട്ടിലും, ഒരു വെള്ളി ചുവന്ന പട്ടിലും, ഒരു വെള്ളി നീലപ്പട്ടി, അങ്ങനെ 4 വെള്ളി വീതം ഉദരം ഒഴിഞ്ഞ് മാറ്റി വയ്ക്കാൻ പറയാ. 12ാമത്തെ ദിനം ഒരു ഉണ്ണിപ്പതിലിന് വേണ്ടി വ്രതം മുടക്കിക്കൊള്ളാൻ പറയാ. ഒരു ഉണ്ണിപ്പതിലുണ്ടായി കഴിഞ്ഞാൽ അച്ഛൻ്റെ ആലയത്തിൽ കൊണ്ടുപോയിട്ട് അന്നം കൊടുത്തേക്കാനും, അതുപോലെ തന്നെ ഉടപ്പുറന്നോള ആലയത്തിൽ അന്നം കൊടുത്തേക്കാനും, ഒരു ആണ്ടക്കോട് കാലം വരുന്ന സമയത്ത് കാവടിയെടുത്ത് പാൽക്കുടത്തോടുകൂടി എൻ്റെയും ഉണ്ണിസന്താനങ്ങളുടെയും ജാതകം കുറിച്ച് താമരപ്പൊയ്യിൽ ആറുമുഖത്തോടുകൂടി പിറന്ന ആ മയിൽവാഹന്റെ അടിവാരം ചവിട്ടിക്കൊള്ളാന്ന് ഉണ്ണിസന്താനങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ചേക്കാം. അതുപോലെ തന്നെ പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളി ആ നീലപ്പട്ടിൽ പൊതിഞ്ഞു വെച്ച വെള്ളിയും കൂടി എനിക്ക് എൻ്റെ ഇല്ലം മനക്കോലായിൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉണ്ണികൾ ഇറങ്ങിക്കോ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഉണ്ണിയുടെ സമയത്ത് ആയാലും ഉണ്ണിയുടെ സമയം നല്ലതാണ്. വ്യാഴം വന്ന് നിൽക്കുന്നത് ഉണ്ണിയുടെ സമയം നിൽക്കുന്നത് മോശമുണ്ട്. അതായത് സർപ്പങ്ങളുടെ ദോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടത് അകലത്തിലുള്ളത്. അതായത് ഒരു സ്ത്രീയുടെ ഒരു ദോഷമാണ്. ബന്ധത്തിൽപ്പെട്ടത് അകലത്തിൽ എൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് വേണം നാഗസങ്കല്പമുള്ള ആസ്ഥാനത്ത് പോകാൻ. അതായത് ഒരു കദളിക്കഴി ഉദരം മുഴിഞ്ഞു കാണിട്ട്. മനസ്സിലായ? അത് ഉണ്ണിസന്താനത്തിന്റെ, ഉണ്ണിയുടെ എല്ലാട്ടാ. അവിടെ നിന്ന് തന്നെ കൊടുത്തേക്കണം മഞ്ഞത്തൂടും. മനസ്സിലായില്ല? അതായത് ശിവന്റെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ഭഗവതി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ തട്ടാലത്ത് നമ്മുടെ നാട്ടിലുള്ളത്. ഭഗവതി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പഴനിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവിടേക്ക് പൂജി പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് പൂജ 2 പേരുടെ പേരിലും കൂടി എന്ന് പറഞ്ഞാൽ ഗുരുവിനായിട്ട് പൂജയ്ക്ക് വരും. പിന്നെ ഒരു സ്ഥലത്ത് മാത്രം 2 പേരുടെ പേരിലും. ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ് ഒരു കൊക്കടത്തിന് അന്നം കൊടുത്ത് നിർത്താം 7 ദിനം. മനസ്സിലായ? 2 പേരും ശരീരം ഒഴിഞ്ഞു കാണിട്ട് പ്രത്യേകാലം ഈ പെൺസന്താനം ഉദരം ഒഴിഞ്ഞു കാണിട്ട് അന്നം കൊടുത്തേക്കാം. എന്ത് പ്രാർത്ഥനാ സങ്കല്പങ്ങളും എനിക്കൊരു ഉദരത്തിലേക്ക് ഒരു ഉണ്ണിപ്പതിലെ പെറ്റുപോറ്റ് വളർത്താൻ ആരെങ്കിലും ദോഷാംശങ്ങൾ പ്രവർത്തിക്കുക എൻ്റെ ശരീരം കൊണ്ടോ നാഗങ്ങളിൽ എന്തെങ്കിലും ദോഷങ്ങളിൽ ഏതൊക്കെ തീർന്നു പോകണമെന്നും പറഞ്ഞ് നമുക്ക് കൊടുത്തേക്കാം. എന്നിട്ട് 7ാമത്തെ ദിനങ്ങൾ കൊണ്ടുപോരെ.
മനസ്സിലായി രൂപയ്ക്ക് പ്രത്യേക ആറാട്ടം എന്നാ ആ അതല്ലേ പറഞ്ഞേ എല്ലാ വെടിയിലും കൂടി നീര് വന്ന് കാണിട്ട് ആലയത്തിനകത്തേക്ക് വരുമ്പോ അന്ന് നീരാടുന്നത് മനസ്സിലായി ഉണ്ണിക്ക് കർക്കിടക മാസക്കാലത്തിൽ അല്ലേ അപ്പൊ തീർപ്പാക്കി ഇന്ന് ചെയ്യുന്നുണ്ട് പൂജ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നൊരു കാര്യം വീട്ടിൽ ചെന്നിട്ട് ഒരു നാണയം എടുക്കാം പ്രാർത്ഥിക്കുക ആ നാണയം ശരീരം ഒഴിയുന്ന സമയത്ത് പറയും എന്നിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ തടസ്സങ്ങളോ പിന്നെ തൊടാനോ തുറക്കാനോ പാടില്ല. എന്നിട്ട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 22-ാം തീയതി ഈ പുഷ്പം ഒരു കുറ്റി മഞ്ഞ് ഒരു കുറ്റി നെയ്യ് ഒരു കോടിമുണ്ട് ആ 4 മൂലക്കുന്ന മണ്ണ് അത്രയും കാര്യമായിട്ട് കൊണ്ടുവരണം. ബാക്കി പുറമേക്കുള്ള വഴിപാടുകൂടെ കൂട്ടി ചെയ്തതിന് ശേഷം പറഞ്ഞാൽ അതാണ് സ്ത്രീയുടെ ദോഷം സർപ്പദോഷം ഉണ്ട് കേട്ടോ. അതിനാണ് മണ്ണ് കൊണ്ടുവരാനും കർക്കിടകത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു. കടലാസ് കൊണ്ട് തേങ്ങപ്പ കിട്ടി. അപ്പോൾ അവരൊക്കെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ആൾക്കാർ തുറന്നു കൊടുക്കാനായിട്ട് മാറ്റി ഒന്നും കൂടിയും പറയും പറ്റില്ലെങ്കിൽ കടലാസ് കൊണ്ട് കൊടുത്ത് ഞാൻ തീർക്കുണ്ടാക്കില്ല. പറയാം ഉണ്ണിക്ക് കടലാസ് പത്രത്തിലുള്ളതല്ലേ അവിടേക്ക് അത് കാണിച്ചപ്പോ ഉണ്ണി ആകെ കൈവിട്ട് പോയ മാതിരി ഇല്ലേ. അത് തുറന്ന് ഞാൻ വാങ്ങിച്ചു തരാം. ആ അത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞ കടലാസ് കൊണ്ട് ഞാൻ പരിശോധിച്ച് തീർപ്പാക്കി തന്നില്ലേ. നീ അത് കൊടുത്തു, കറുത്ത വസ്ത്രക്കാരുടെ അടുത്ത് കൊടുത്തു, തൊപ്പിക്കാരുടെ ആസ്ഥാനത്തും കൊടുത്തു. എന്നിട്ട് നീ ഇറങ്ങിക്കോ. അപ്പോൾ വെട്ടിപ്പൊളിച്ച് ഞാൻ തരാം. ഉണ്ടാ ഒക്കോളം അപ്പൊ ആദ്യത്തെ തിങ്കളും അവസാനത്തെ തിങ്കളും ഒരു കുടം കൊണ്ട് നീര് കൊടുക്കാൻ പറ്റും. എന്തായാലും ഒരു കോളത്തിന്റെ ഹാരം കൊടുത്തേക്കാൻ പറ്റും. മനസ്സിലായി? അതാ അവസാനത്തെ കടലാസുണ്ടാ. എന്തൊക്കെയാ ഇപ്പോൾ 5-6 മാസക്കാലം നീണ്ടുപോയില്ലേ. അതിൻ്റെ രണ്ടുപേരെ ചിത്രം ഒന്ന് വാങ്ങിച്ചു കൊണ്ട് തന്നേക്കാം.
ഇതാ കൊണ്ടുവന്നോ? അപ്പൊ കൊടുക്കും. ഇങ്ങനെയാണെന്നറിയാം അതൊരു ആക്കിത്തരാൻ ഞാൻ അതിനാണ് ചിത്രം ചോദിച്ചത്. ആ ചിത്രം ചോദിച്ചത് അതിനാ. ഇതാ പഴയ തലമുറ പേര് നക്ഷത്ര എടുത്തോ, നിന്റെ സമയം നല്ലതാ. പാസ്പോർട്ടില്ല, പാസ്പോർട്ടിന്റെ കോപ്പിയും കൊണ്ടുവരാം. ആ നീ എടുത്തോളാം, നിന്റെ സമയം നല്ലതാണ്. ഈ ഉള്ള നക്ഷത്രങ്ങളെ ഏറ്റവും ഉന്നതയിലും നല്ല നക്ഷത്രമാണ്, മനസ്സിലായില്ല? ഇപ്പം നല്ല സമയമാണ് എല്ലാ ഉണ്ണികൾക്കും, വയസ്സും പ്രായത്തിനില്ല. ഭരണ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരുവിധം ഉണ്ണികൾക്ക് നല്ല സമയമാണ്. നീ എടുത്തോ, പ്രവർത്തിച്ചോ, ഞാൻ നന്നായിട്ടാ. ഇത് ഒഴിഞ്ഞ് അവിടെ ഇട്ടോ. പാസ്പോർട്ടിന്റെ കോപ്പി കൊണ്ടുവരാം. പാസ്പോർട്ട് എടുത്തതിന് ശേഷം അപ്പൊ നീ പഠിക്കുന്ന ആ വിഷയം എന്താണെന്ന് എഴുതി കൊടുത്തു. ഇനി വരുമ്പോ ഇടാ. പാസ്പോർട്ട് എടുത്തതിന് ശേഷം പാസ്പോർട്ടിന്റെ കോപ്പി അതിൻ്റെ കളക്ഷൻ ചെയ്യാം കേട്ടാ. പഠിക്കുന്ന വിഷയം എഴുതി കൊടുത്തു ഉണ്ടോ? ഉണ്ണിയുടെ നക്ഷത്രം എന്താ? ഇപ്പൊ സമയം മാറിയിട്ടില്ല. ആ ഉണ്ണിയുടെ സമയം മാറി. പിണിയാളൊരു നക്ഷത്രം എന്താ? ഉണ്ണി ആ ദേശത്തെ വിഷ്ണു സങ്കല്പമുള്ള ആസ്ഥാനത്ത് ഒരു തിരുമുടിമാലയ്ക്ക് ഒരു പാൽപ്പായസത്തിനും കൊടുക്കും. സമയം നല്ലതാ. രണ്ടുണ്ണികളുടെ ഏത് ദിക്കിലേക്കാ കൊടുത്തേക്കണ? ആ പുസ്തകത്താളിന്റെ അർത്ഥം എഴുതി കൊടുത്തപ്പോ നിന്റെ സമയം മാറിയില്ലേ? അവിട്ട നക്ഷത്രമല്ല പറഞ്ഞേ. നക്ഷത്രം പറയും. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചു. അവിട്ട നക്ഷത്രമല്ലേ? ആ നീ നിനക്ക് കർമ്മം കിട്ടേണ്ട ദിക്ക് എഴുതി കൊടുത്തോ. നിന്റെ പുസ്തകത്താളിന്റെ അക്കം എഴുതി കൊടുത്തോ. ഞാൻ നിനക്ക് തന്നേക്കാം, നിന്റെ തന്നേക്കാം. ഞാൻ എന്താ നിന്നോട് പറഞ്ഞേ? പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് കിട്ടേണ്ട കർമ്മത്തിന്റെ പേര് എഴുതി കൊടുത്തോളാണ് ഞാൻ പറഞ്ഞേ. നിനക്ക് ഇന്ന കർമ്മം വേണമെന്നും പറഞ്ഞ് എഴുതി കൊടുത്തോളാണ് ഞാൻ പറഞ്ഞേ. മനസ്സിലാവണ്ട? അത് എഴുതി കൊടുത്തോ. അത് മാറിയിട്ടുണ്ടോ? ഇപ്പൊ നിന്റെ സമയം മാറി. അതല്ലേ ഞാൻ പറഞ്ഞേ. കർമ്മം നിനക്ക് കിട്ടുന്നില്ല. മോശ സമയത്തുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ പറഞ്ഞേ. എന്നിട്ട് നീ വീണിലില്ലണ്ട. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പൊ നിന്റെ സമയം മാറില്ല. നിനക്ക് ആ കർമ്മം ഞാൻ വാങ്ങിച്ചു തരാം. നീ അത് എഴുതി കൊടുത്തോളാൻ പറഞ്ഞു. ആ കർമ്മത്തിന്റെ പേര് എഴുതി കൊടുത്തു. നിന്നെ ദിക്കാണെന്ന് നീ എഴുതി കൊടുത്തു. ഞാൻ നിനക്ക് തന്നേക്കാന്നാ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്നല്ലേ എത്ര നാളായിട്ടുണ്ടോ? അന്ന് മാറ്റി തരാം. പേര് പറഞ്ഞ് അർജുൻ അവിട്ടം വെച്ചിട്ട് ഇത് ഫുൾ കയ്യിലുണ്ടാവും. താഴെ പാടില്ല. ജനിച്ച വീട്ടിൽ മരിച്ച വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ശരീരം ഒഴിഞ്ഞ പൂജാതി കർമ്മം